ഇന്നത്തെ നമ്മുടെ യാത്ര ഇരിഞ്ഞാലക്കുട സീഷോർ ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മൂന്നുപീടിയയിലേക്ക് പോകുന്ന വഴിയിൽ കാക്കത്തിരുത്തി എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. എൻട്രൻസിൽ ജംഗിൾ ബുക്കിലെ എല്ലാ കഥാപാത്രങ്ങളുണ്ട്. ഒരു വലിയ സ്നേക്ക് ഉണ്ട്, പിന്നെ മുകളിൽ മോഗ്ലി ഉണ്ട്. ഒരു വലിയ എലിഫൻറ്റിൻ്റെ മുകളിലാണ് മോഗ്ലി ഇരിക്കുന്നത്. വീക്കെൻഡ്സിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ്. എനിക്കിതിൻ്റെ എൻട്രൻസ് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് വെറും 30 രൂപയാണ്. അങ്ങനെ ഞാനും ഒരു ടിക്കറ്റ് എടുത്തു 30 രൂപയ്ക്ക്. നമ്മുടെ ട്രെയിൻ ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഈ ട്രെയിൻ ഈ പാർക്കിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ച് വരും. ഈ പാർക്കിലുള്ള എല്ലാ കാഴ്ചകളും ഈ ട്രെയിനിലിരുന്നാൽ കാണാം. അങ്ങനെ ആടി ഉലഞ്ഞ് നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട്. ദേ ഒരു ഓന്ത്. കുട്ടികൾക്കൊക്കെ ട്രെയിനിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാവും. ട്രാക്കില്ല ട്രെയിനാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് പാർക്കിന് ചുറ്റും ഒരു റൗണ്ട് അടിക്കും. അപ്പോൾ നമുക്ക് പല പല കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാനോ ആ പുല്ലിലൊക്കെ ഒന്ന് ഇരിക്കാനോ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ചാർജ് ഒരാൾക്ക് 50 രൂപയുള്ളൂ. 4 പേർക്ക് ഇതിൽ കയറാം. പെഡൽ ബോട്ടാണ്. നമ്മൾ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോവാം. നല്ല രസമാണ്. അധികം ആഴമില്ലാത്തതുകൊണ്ട് സേഫാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ബോട്ടിൽ പോകാനൊക്കെ ആയിട്ട്. എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പാർക്കിനുള്ളിലേക്ക് എൻട്രി തികച്ചും സൗജന്യമാണ്. പിന്നെ ഈ ടോയ് ട്രെയിനിൽ കയറാനോ അല്ലെങ്കിൽ ബോട്ടിങ്ങിന് കയറാനോ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങിന് കയറാനോ ഒക്കെ ചാർജ് ഉള്ളൂ. അല്ലാതെ പാർക്കിൽ കയറാൻ ചാർജ് ഇല്ല. പാർക്കിലേക്ക് എൻട്രി ഫ്രീ ആണ്. ഇങ്ങനെ വല്ല ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ മാത്രം അതിന് മാത്രം ചാർജ് ഉള്ളൂ. ഇവിടെ ഒരു ഹോഴ്സ് ഉണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സൗകര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹോഴ്സും ഇരുന്ന് റൗണ്ട് അടിക്കാം. പിന്നെ ഇവിടെ കുറേ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. ഹോഴ്സ്, ക്യാമൽ, പിന്നെ പട്ടി, പിന്നെ പശുക്കളെയൊക്കെ. പിന്നെ ഇവിടെ ക്യാമലുണ്ട്. ഇതേ ഒരു എലിഫൻറ്റ് നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ എലിഫൻറ്റ് പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ കണ്ണൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ എലിഫൻറ്റ് പോലെ ഉണ്ട്. എല്ലാവരും ഇതിൻ്റെ മുമ്പിൽ വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് കാറുണ്ട്. ഇതിലും കയറണമെങ്കിൽ ഒരു 50 റുപ്പീസ് എങ്ങനെയാണ് കൊടുക്കണം. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ റൈഡുകൾ കുറേ ഉണ്ട്. പിന്നെ അതെ ഇതുണ്ട് ഇവിടെ ഊഞ്ഞാലിൽ. ഇതിൽ കയറാം. ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഊഞ്ഞാൽ കറങ്ങി തുടങ്ങി. നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടക്കാനോ ആ പുള്ളിക്കോടെയൊക്കെ ഒന്ന് നടക്കാനോ അവിടെ ഒന്ന് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ക്യാപ്സിക്കത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ക്യാപ്സിക്കം. ഇത് ആപ്പിൾ. നല്ല ഭംഗിയുണ്ട് ഈ ആപ്പിൾ കാണാൻ. ഇവിടെ കൂടെ ഒന്ന് നടക്കാൻ നല്ല രസമാണ്. നല്ല ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു നഴ്സറി ഉണ്ട്. കുറേ ചെടികളും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ലോട്ടസ്. ഈ സ്ഥലത്തിൻ്റെ പേര് സീഷോർ ഫാം ആൻഡ് നഴ്സറി അല്ലേ. അപ്പോൾ ഇവിടെ നല്ലൊരു നഴ്സറിയാണിത്. ഇവിടെ എല്ലാ ചെടികളൊക്കെ കിട്ടും. നല്ല പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പം നിങ്ങളൊക്കെ ഈ സ്ഥലത്ത് വരണം. വീക്കെൻഡ്സിൽ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇരിഞ്ഞാലക്കുടയുടെ അടുത്താണ്. ഇവിടെ കുട്ടികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു ലൈൻ ഉണ്ട് ഇവിടെ. ലൈനിൻ്റെ അടുത്ത് ഗുഹയുടെ ഉള്ളിൽ ഒരു ലൈൻ നിൽക്കുന്ന മാതിരി. വേസ്റ്റ് ഇടാനുള്ള ബിന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം മേടിക്കാം. ഒരു ചെറിയ ക്യാൻറ്റീനാണ്. ഐസ്ക്രീം മേടിക്കാൻ കിട്ടും.
നേരത്തെ പറഞ്ഞതുപോലെ കുറേ കിളികളും കുറേ അനിമൽസൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. ആ പക്ഷി അതിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ പക്ഷികളെ കാണാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ സ്ലൈഡ്, സീസോ എന്നിങ്ങനെ കുറേ റൈഡ്സ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. സീസോ, സ്വിങ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കോണും പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.